ഒരു കൈയിൽ ജീവനും മറുകൈയിൽ നെഞ്ചോടു ചേർത്ത ചെങ്കൊടിയുമായി നാടിൻ ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ ചോരപ്പുഴ നീന്തി വന്ന സഖാക്കളെ ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. ഇരുകാലിമാടുപോൽ മർദ്ദിത ലക്ഷങ്ങൾ മുട്ടുകാലിന്മേലിഴഞ്ഞോരു നാളുകൾ. ഇരുകാലിമാടുപോൽ മർദ്ദിത ലക്ഷങ്ങൾ മുട്ടുകാലിന്മേലിഴഞ്ഞോരു നാളുകൾ. ഇവിടെ രണഭൂമികൾക്കാവേശമായി വർഗസമരാഗ്നി മന്ത്രമായി വന്ന നേതാക്കളെ ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ നല്ലകണ്ണൻ, KGOA മുൻ ജനറൽ സെക്രട്ടറി വി സോമനാഥൻ, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രമ, മുൻ സംസ്ഥാന സെക്രട്ടറി ശങ്കരനാരായണപിള്ള, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PS ശ്രീധരൻ, ഡോക്ടർ VP മോഹൻദാസ്, KGOA വയനാട് ജില്ലാ മുൻ സെക്രട്ടറി G വിദ്യാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗവുമായ KK ഷീല, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ AP ശ്രീകുമാർ, കണ്ണൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റ് കമ്മിറ്റി അംഗം ഡോക്ടർ റോഷൻ അലക്സ്, ഇരിട്ടി യൂണിറ്റ് കമ്മിറ്റി അംഗം ദിലീപ് MN, CPI മുൻ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, മുതിർന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ പ്രൊഫസർ A ലോപ്പസ്, സാംസ്കാരിക വിമർശകൻ KM സലീംകുമാർ, കർഷക സംഘം സംസ്ഥാന നേതാവ് KM ജോസഫ്, ബാലസംഘ രക്ഷാധികാരി T നാരായണൻ, കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല, പീരുമേട് MLA വാഴൂർ സോമൻ, മുൻ MLA KK നാരായണൻ, തെന്നല ബാലകൃഷ്ണപിള്ള, മുൻ നിയമസഭാ സ്പീക്കർ EP തങ്കച്ചൻ, ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ, മുൻ കേന്ദ്രമന്ത്രി ശിവരാജ് പാട്ടീൽ, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, ചരിത്രകാരനും ഇടതുപക്ഷ ചിന്തകനുമായ KN പണിക്കർ, പ്രൊഫസർ MK സാനു, കലാകാരൻ ശ്രീനിവാസൻ, ഭൗതികശാസ്ത്രജ്ഞൻ ജയന്ത് V നാർലിക്കർ, സിനിമാ നടൻ കമൽ റോയ്, ജസ്റ്റിസ് സിരിജ ഗൻ, നാടക സംവിധായകൻ വിജീഷ്, മാധ്യമപ്രവർത്തകൻ മാർക്ക് ധുള്ളി, കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ്, സംഗീത സംവിധായകൻ SP വെങ്കടേഷ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ, പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ഥാപ്പർ, കന്നഡ കവി SS വെങ്കടേശ്വരമൂർത്തി, സംവിധായകൻ കബീർ റാവുത്തർ, കലാഭവൻ നൌഷാദ്, നടൻ ഷാനവാസ്, സാഹിത്യകാരൻ M രാഘവൻ, കാർട്ടൂണിസ്റ്റ് ചെല്ലൻ, ഡോക്ടർ VD ദാമോദരൻ, നടൻ ധർമ്മേന്ദ്ര, OR അരവിന്ദാക്ഷൻ, ബാറ്റിംഗ് ഇതിഹാസം റോബിൻ സ്മിത്ത്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്, റോഡ് ആക്സിഡന്റിൽ മരണമടഞ്ഞ ആലിൻ ഷെറിൻ ഏബ്രഹാം, പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ, ഗാസയിൽ ഇസ്രായേൽ ഭീകരാക്രമണത്തിന് ഇരയായി മരിച്ചവർ, കാലവർഷക്കെടുതിയിൽ ജീവൻ പൊലിഞ്ഞവർ, ബാംഗ്ലൂർ സ്റ്റേഡിയം ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞവർ, കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ചവർ, എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ മരിച്ചവർ, ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ മരിച്ചവർ, ദുബായിൽ വാഹനാപകടത്തിൽപ്പെട്ട കുട്ടികൾ തുടങ്ങി ഈ സമ്മേളന കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ എല്ലാവരുടെയും നിര്യാണത്തിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സാഹിബിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ 44-ാം വാർഷികം സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9:30 മണിക്ക്
ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിച്ച ഈ സമ്മേളനം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ജില്ലയിലെ 9 ഏരിയകളിലെയും 41 യൂണിറ്റുകളിലെയും അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രവർത്തനങ്ങളെയും കുറിച്ച് സവിസ്തരം റിപ്പോർട്ടിൽ പ്രതിപാദിക്കുകയും അതിനനുസരിച്ച് അതിനെ വിമർശനവും സ്വയം വിമർശനപരമായി പ്രതിനിധികൾ ചർച്ച ചെയ്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടാണ് പുതിയ വർഷത്തേക്കുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും തുടർന്ന് പ്രതിനിധി സമ്മേളനത്തിലേക്ക് നാം കടന്നിരിക്കുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം 6 പതിറ്റാണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് വജ്രജൂബിലി നിറവിലേക്ക് പോവുകയാണ്. മെയ് മാസം 23 മുതൽ 26 വരെ തലസ്ഥാന നഗരിയിൽ വജ്രജൂബിലി സമ്മേളനം ചേരുവാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് 368 യൂണിറ്റ് സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ട് 107 ഏരിയ സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് 15 ജില്ലാ സമ്മേളനങ്ങൾ ഈ നമ്മുടെ ജില്ലയിൽ പോലെ തന്നെ ഒരു ഘട്ടം നടന്നു കഴിഞ്ഞു. നാളെയും മറ്റന്നാളും ആയിട്ട് പൂർത്തീകരിച്ചുകൊണ്ടാണ് വജ്രജൂബിലി സമ്മേളനത്തിലേക്ക് പോകുന്നത്. കേവലം ഒരു സമ്മേളനം നടത്തി പിരിയുകയല്ല. 59ാമത് സംസ്ഥാന സമ്മേളനം വയനാട് ചേർന്നപ്പോൾ എടുത്തൊരു തീരുമാനമുണ്ട്. ഈ സംഘടന 59ാം സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ തലചായ്ക്കാൻ ഒരിടമില്ലാത്ത ആളുകളിൽ 55 കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയതെങ്കിൽ അതിൻ്റെ 60ാം വർഷം എത്തുമ്പോൾ 5 വീടുകൾ കൂടി സംസ്ഥാനത്ത് വച്ചു കൊടുത്തുകൊണ്ട് 5 കുടുംബങ്ങളെ കൂടി നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മളിൽ ഒരുവരായി നമുക്ക് ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൂടി ലഭിക്കണമെന്ന് കരുതലോടുകൂടി 5 വീടുകൾ വജ്രജൂബിലിയുടെ നിറവിൽ 60ാം സമ്മേളനത്തിൽ വച്ചു കൈമാറണമെന്ന് തീരുമാനിച്ചു. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. ഈ നമ്മുടെ ജില്ലയിൽ തിരുവനന്തപുരം സൗത്ത് ജില്ലയിൽ 3 വീടുകളാണ് അതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ അരുവിക്കര ഉള്ള വീട് കഴിഞ്ഞ ദിവസം രേഷ്മ എന്ന കുട്ടിക്ക് താക്കോൽ കൈമാറ്റം നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ എടുത്ത പ്രവർത്തനം പൂർത്തീകരിച്ചു. 17-ാം തീയതി നമ്മുടെ സമ്മേളനം നാളെ കൊണ്ട് അവസാനിക്കും. മറ്റന്നാൾ ബാലരാമപുരത്ത് നമ്മൾ അടുത്ത വീട് കൈമാറുകയാണ്. അതോടൊപ്പം തന്നെ നോർത്ത് ജില്ലയുടെ ഭാഗമായിട്ടുള്ള ചെമ്മരുതിയിൽ ഒരു വീട് പൂർത്തീകരിച്ച് നമ്മൾ കൈമാറിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് അമ്പൂരി പഞ്ചായത്തിലെ കുമ്പിച്ചൽക്കടവ് പാലത്തിൽ സമീപമുള്ള ഒരു വീടും അതോടൊപ്പം തന്നെ മണമ്പൂരുള്ള വീടും. അതും വജ്രജൂബിലി ആഘോഷങ്ങൾ അല്ലെങ്കിൽ സമ്മേളനം തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കണമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടന കേവലം സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ഗസറ്റഡ് മേഖലയിലെ ജീവനക്കാരുടെ പൈസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്നത് മാത്രം കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതല്ല. നമ്മുടെ തികച്ചും 6 പതിറ്റാണ്ടും സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നിർവഹിച്ചുകൊണ്ടാണ് പോകുന്നതെന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്, ആ നിറവിലാണ് നമ്മുടെ സംഘടനാ സമ്മേളനങ്ങൾ ഈ വർഷം ചേരുന്നത്. ഈ വർത്തമാനകാലത്ത് ഈ സമ്മേളനം ചേരുമ്പോൾ നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങളൊക്കെ ചേർന്നപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് നമുക്ക് തരാനുള്ള ചില ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചയായിരുന്നു നമ്മുടെ സിവിൽ സർവീസ് മേഖലയിൽ. യൂണിറ്റ് സമ്മേളനം ചേരുമ്പോഴും നമ്മുടെ ചില പ്രവർത്തകർക്കെങ്കിലും അതിലൊരാശങ്കയുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ജില്ലാ സമ്മേളനം ചേരുമ്പോൾ സിവിൽ സർവീസ് മേഖലയിൽ നാം ഉയർത്തിയ ഈ കേരളത്തിലെ ഇന്ന് നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്
ജീവനക്കാരെയും തൊഴിലാളികളെയും കരുതലോട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു തരത്തിലുള്ള അവഗണനയും ഉണ്ടാകില്ല എന്ന് നാം പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മുടെ 44-ാം വാർഷിക സമ്മേളനത്തിലേക്ക് കടത്തിയിരിക്കുന്നത്. ലോക സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്യും, നമ്മുടെ സംഘടനാ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുമൊക്കെ. കാരണം ഇന്ന് വലിയ രീതിയിൽ ലോകത്തെ മുതലാളിത്തം അവരുടെ സമ്പത്ത് കുന്നുകൂട്ടുന്നതിന്, സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി യുദ്ധം അഴിച്ചുവിട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ പിന്താങ്ങുന്നവരായി ലോകത്തെ സാമ്രാജ്യത്വ ശക്തികൾ മാറുമ്പോൾ രാജ്യത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റും നമ്മുടെ എല്ലാത്തരം ചേരിചേരാ നയങ്ങളെ ആകെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്തിന് വിധേയമാക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രവർത്തനവും നമ്മൾ കാണുകയാണ്. മാത്രമല്ല രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കഴിഞ്ഞ 12 വർഷമായി അധികാരത്തിലിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മോദി ഗവൺമെൻറ് തുടർച്ചയായിട്ട് ഏറ്റവും ഒടുവിൽ ലേബർ കോഡുകൾ നടപ്പിലാക്കിക്കൊണ്ട് തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ള പൊരുതി നേടിയ അവകാശത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് നടത്തുന്നു. മാത്രമല്ല സംഘടിക്കുവാനും സമരം ചെയ്യുവാനുള്ള അവകാശത്തെ ഹനിക്കുന്നു. നമുക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പുതിയ നിയമ സംവിധാനങ്ങൾ വരുന്നു. അതിൻ്റെ ബലിയാടുകൾ അടക്കം നമ്മുടെ സമ്മേളന വേദിയിലുണ്ട്. കോൺഫെഡറേഷൻ്റെ നേതാവായി കൂടിയായിട്ടുള്ള ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള മുഹമ്മദ് മാഹിയും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്ക് വിധേയമായി സ്ഥലം മാറ്റപ്പെടുകയും ഒക്കെ നിരവധിയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച ആളുകൾ കൂടി നമ്മുടെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാകുന്നു. ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെ സഹാക്കൾക്ക് നമുക്ക് അവകാശങ്ങൾ ചോദിക്കാം, പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇങ്ങനെയാണ്, അത് നൽകുക തന്നെ ചെയ്യും, കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനം ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ DAയും നമ്മുടെ ശമ്പള പരിഷ്കരണവും മാത്രം നമ്മൾ നോക്കിയാൽ പോരെ എന്ന് ആശങ്കപ്പെടുന്ന ചിലരെങ്കിലുമുണ്ട്. ഇതൊന്നുമല്ല കേന്ദ്ര സർവീസിലെ ജീവനക്കാർ അനുഭവിക്കുന്ന തിക്തഫലങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. നമുക്കൊരു സുരക്ഷിത വലമുണ്ട്. ഏത് തൊഴിലാളി പ്രശ്നം വന്നാലും കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ, നമ്മുടെ സിവിൽ സർവീസിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്നവരായിട്ടുള്ളൊരു ഗവൺമെൻറ്, സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ സ്പെഷ്യൽ ക്യാബിനറ്റിൽ അടക്കം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നമ്മുടെ KSRTC ജീവനക്കാർക്ക് അവരുടെ ആശ്വാസത്തിന് വക നൽകുന്ന തരത്തിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ആ രീതിയിലേക്ക് മാറുന്നു. മാത്രമല്ല എല്ലാ മേഖലയിലും സിവിൽ സർവീസിലെ ജീവനക്കാരെ മാത്രമല്ല, നിരവധി തസ്തികകൾ സൃഷ്ടിക്കുക മാത്രമല്ല, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മാറ്റത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ അണിനിരത്തുകയാണ്. മാത്രമല്ല പശ്ചാത്തല വികസന സൗകര്യമൊരുക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്കൂളുകൾ, അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങൾ, റോഡുകൾ, പാലങ്ങളെല്ലാം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു 10 വർഷത്തിന് മുമ്പ് നാം കണ്ട കേരളമല്ല, കേരളത്തിൽ നമ്മളൊന്ന് ചുറ്റി സഞ്ചരിച്ചാൽ കാണുന്ന കാഴ്ചകൾ. ആ വിസ്മയ കാഴ്ചകളിലേക്ക് നമ്മളെ നയിച്ചത് ഏത് ദുരിതകാലത്തിലായാലും, പ്രളയം വന്നാലും മഹാമാരി വന്നാലും, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന വൈരനിരാധന ബുദ്ധിയോടുകൂടിയുള്ള സാമ്പത്തിക ഉപരോധം കൊണ്ടുവന്നാലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് 3.5 കോടി മലയാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്തമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ സംഘടനാ സമ്മേളനങ്ങളിൽ നമ്മൾ ചർച്ചയിലൂടെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറുകയാണ്. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഭാഗത്തെ ഒന്നാകെ നിർത്തിക്കൊണ്ട്, ഒന്നാകെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സിവിൽ സർവീസ് ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ, കേരളത്തിൻ്റെ ഈ
ഇത്തരം രീതിയിലുള്ള മുന്നോട്ട് പോക്ക് നമ്മുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കണമെങ്കിൽ ഈ ഗവൺമെന്റിന്റെ തുടർച്ച, ഈ ജനപക്ഷ ബദലിന്റെ തുടർച്ച അനിവാര്യമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. അവിടെ നമ്മുടെ സിവിൽ സർവീസിലെ ജീവനക്കാരെ മാത്രമല്ല, നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഗസറ്റഡ് വിഭാഗം ജീവനക്കാരെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബങ്ങളടങ്ങുന്ന ഈ സമൂഹത്തിലാകെ ഇറങ്ങി നിന്നുകൊണ്ട് നെഞ്ചൂക്കോടെ നമുക്ക് പറയാൻ സാധിക്കണം, ഈ ബദലിൻ്റെ അനിവാര്യമായ തുടർച്ചയുണ്ടാകണം. അല്ല എങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളത്തെ, 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളം പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആ കേരളത്തിലേക്ക് പോകാതിരിക്കുവാൻ, രാജ്യത്ത് നിലനിൽക്കുന്ന സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടയിലേക്ക് പോകാതിരിക്കുവാൻ നമുക്ക് ഈ കേരളത്തിലെ ബദൽ നയങ്ങൾ ഒരു തുടർച്ചയുണ്ടാകണം. ആ അനിവാര്യമായ തുടർച്ചയ്ക്ക് വേണ്ടി മുഴുവൻ സഖാക്കളും അണിചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട രാജ്യസഭ അംഗമായിട്ടുള്ള സഖാവ് എ റഹീമാണ്. എ റഹീം ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഇവിടെ എത്തിച്ചേരും. സഖാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, SFI രംഗത്തും DYFI രംഗത്തും അതുപോലെ തന്നെ പാർലമെൻ്ററി രംഗത്തും മികച്ച രീതിയിലുള്ള സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെ പാർലമെൻറ്റിനകത്തും പുറത്തും പോരാട്ടം നടത്തുന്ന സഖാവിനിപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജില്ലയെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ചില കമ്മിറ്റികളിൽ അടിയന്തരമായി പെട്ടുപോയിക്കൊണ്ടാണ് സഖാവ് എത്തിച്ചേരുമെന്ന് ഇന്നലെയും ഞങ്ങൾ നേരിൽ കണ്ടതാണ്. അപ്പോൾ കൃത്യമായി എത്തിച്ചേരുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. സഖാവിൻ്റെ അസാന്നിധ്യത്തിലും സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ 44-ാം വാർഷിക സമ്മേളനത്തിൻ്റെ പേരിൽ ഇവിടെ ചേർന്നിരിക്കുന്ന മുഴുവൻ പേരുടെ പേരിലും സസ്നേഹം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് FSCTയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് G. ശ്രീകുമാർ സംസാരിക്കും. സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിൻ്റെ ജില്ലാ സെക്രട്ടറി, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സഖാവ് M. മുഹമ്മദ് മാഗിൻ. സഖാവ് തൻ്റെ അനുഭവം, തൻ്റെ മേഖലയിലെ അനുഭവം നമ്മളോട് പങ്കുവയ്ക്കും. സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ഉടനീളം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് കൃത്യമായും നമ്മുടെ ജില്ലയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകിക്കൊണ്ട് നിൽക്കുന്ന സഖാവാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളെയും നമുക്ക് നേരായി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരെ കൃത്യമായും രേഖപ്പെടുത്തി പറഞ്ഞു തരുന്ന സഖാവ് ഡോക്ടർ SR മോഹനചന്ദ്രനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് AP അജിത്ത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് GK മണിവർണ്ണൻ ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള നിരവധി നേതാക്കൾ, നമുക്ക് ഒരു കാലത്ത് ഈ സംഘടനയെ മുന്നിൽ നിന്ന് നയിച്ച ഒട്ടനവധി ആളുകൾ, എല്ലാവരെയും പേരെടുത്ത് പറയുവാൻ ഞാൻ മുതിരുന്നില്ല, കാരണം സമയം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിരവധി ആളുകൾ ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്തിൻ്റെ ഒക്കെ നയിച്ച ആളുകൾ നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ സമ്മേളനങ്ങളുടെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ പൂർവ്വസൂരികൾ നമ്മളെ കാണുവാനും നമ്മൾക്ക് ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ള നേതാക്കന്മാർക്ക്, പൂർവ്വകാല നേതാക്കന്മാർക്ക്, പൂർവ്വസൂരികൾക്ക് ഹൃദയപൂർവ്വം അവരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാക്കളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
FSCTയുടെ വിവിധ ഘടക സംഘടനാ നേതാക്കന്മാർ ഈ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 9 ഏരിയകളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രദേശ സഹാക്കൾ അടക്കം ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. ഏറെ പ്രിയങ്കരനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ KJയുടെ സൗത്ത് ജില്ലാ പ്രസിഡൻറ്റ് സഖാവ് PC സന്തോഷ് കുമാർ, വേദിയിലുള്ള സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ഡോക്ടർ SR മോഹൻചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് AP അജിത്ത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് GK മതിവണ്ണൻ, പുതുതായി തിരഞ്ഞെടുത്ത ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് M സുരേഷ് ബാബു തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയമുള്ളവരെ, KJയുടെ 44ാമത് സൗത്ത് ജില്ലയുടെ വാർഷിക സമ്മേളനം ഇന്നിവിടെ ആരംഭിച്ച് നാളെ വൈകുന്നേരത്തോടുകൂടി സമാപിക്കും. ഈ സമ്മേളനം നമ്മുടെ ദൈനംദിന ജീവിതത്തെ, മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തെ ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സവിസ്തരം ഈ സമ്മേളനം വിലയിരുത്തിയാണ് പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നാം ഏറ്റെടുത്ത വിവിധങ്ങളായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടം, വരുന്ന ഒരു വർഷക്കാലം നാം ഏറ്റെടുക്കേണ്ട അങ്ങേയറ്റം ഗൗരവപൂർവമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ, അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി ഈ അനന്തരം ആർജിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ സംഘടനാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ നമ്മളൊരു ട്രേഡ് യൂണിയൻ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് അന്തർദേശീയ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാതിരിക്കാൻ കഴിയില്ല. അത്തരം പ്രതിപാദനങ്ങൾ നമ്മുടെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അത് ഏറ്റവും താഴെത്തട്ടിലുള്ള യൂണിറ്റ്, ഏരിയ സമ്മേളനങ്ങൾ, ഇപ്പോൾ ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം ഒക്കെ ഏത് ഇടങ്ങളിലാണെങ്കിലും അതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന ചുരുക്കം ചില സഖാക്കളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്നിപ്പോൾ ലോകത്താകമാനം പണിയെടുത്തു ജീവിക്കുന്നവരുടെ തൊഴിലും കൂലിയും ഒക്കെയാണ് ഈ ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നാം ചർച്ച ചെയ്തിരുന്നെങ്കിൽ, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊക്കെ തന്നെ നമ്മളൊരു ഗിമിക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഒരു രൂപം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ പറയുന്നതിന് ആണ് എന്നുള്ള പലവിധങ്ങളായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ തൊഴിലാളിയുടെ, ജീവനക്കാരൻ്റെ തൊഴിലും കൂലിയും മാത്രമല്ല, നമ്മുടെ വീടിനകത്തേക്ക്, നമ്മുടെ അടുക്കളയ്ക്കകത്തേക്ക്, അടുക്കളയും മാറി നമ്മുടെ തീന്മേശയ്ക്ക് മുന്നിലേക്ക്, അത് വീട്ടിനകത്തെ തീന്മേശയാണെങ്കിലും അത് നമ്മുടെ ക്യാൻറ്റീനുകളുടെ തീന്മേശയാണെങ്കിലും ഭക്ഷണശാലകളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളുടെ തീന്മേശ ആണെങ്കിലും ഒക്കെ തന്നെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പണമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ അന്താളിച്ചു നിൽക്കുന്ന തരത്തിലേക്ക് ലോകം മാറ്റപ്പെടുകയാണ്. അപ്പോൾ ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ
ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ജില്ലയുടെ അമരക്കാരൻ സഖാവ് എ റഹീം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. സഹകളെ, നമ്മളുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള രാജ്യസഭ MP AM റഹീം സാഹ് എത്തിയിട്ടുണ്ട്. റഹീം സാഹിനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതായത് നമ്മളെ സ്വാഗതീയ പ്രാസംഗികൻ സൂചിപ്പിച്ചു, ഈ വജ്ര ജൂബിലി സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ 60 വീടുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും എല്ലാം ഈ സംഘടന സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി EK നായനാർ സാഹിൻ്റെ പേരിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി മെഡിക്കൽ കോളേജ് ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മെഡിക്കൽ കോളേജിലും അതുപോലെ RCCയിലും ശ്രീചിത്രയിലും ഒക്കെ വരുന്നുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ സൗജന്യമായി ഭക്ഷണവും താമസവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ദിവസത്തെ ചിലവെന്ന് പറയുന്നത് 10,000 രൂപയാണ്. അത് എല്ലാ മാസവും രൂപീകരിച്ച മുതൽ എല്ലാ മാസവും ഒരു ദിവസത്തെ ചിലവ് നമ്മളുടെ സംഘടന നൽകി വരികയാണ്, ഈ സൗത്ത് കമ്മിറ്റി നൽകി വരികയാണ്. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തെ ചിലവ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നൽകാമെന്നാണ് കരുതുന്നത്. അത് നൽകുന്നതിന് വേണ്ടി നമ്മളുടെ പ്രിയങ്കരനായ റഹീം സാഹിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മളുടെ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹിയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഏറെ പ്രിയങ്കരനായ നമ്മുടെ MPയെ അദ്ദേഹം എല്ലാ തിരക്കുകൾക്കിടയിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, കാരണം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു നടപടിക്രമം ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോകുന്ന ആ സന്ദർഭത്തിൽ പോലും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ഞങ്ങളുടെ പ്രിയങ്കരനായ MP റഹീം സാഹിനെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം സൗത്ത് ജില്ല 44ാമത് സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപനം വരികയാണ്. അതിൻ്റെ പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം AKG സെൻറ്ററിൽ വാർത്താ സമ്മേളനം 5 മണിക്ക് ആരംഭിക്കും. 5 മണിക്ക് ആരംഭിച്ചാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ AKG സെൻറ്ററിൽ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇനിയുള്ള മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാമായി ഇരിക്കുന്ന സമയത്താണ് നിങ്ങളോടൊപ്പം ഞാൻ കുറച്ച് സമയം ചിലവഴിക്കുന്നത്. ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുന്നു. അതിലേറെ പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ ഭാവിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ സിവിൽ സർവീസിൻ്റെ ഭാവി എന്ന് പറയും. സ്ട്രക്ചറൽ റിഫോംസ്, ഘടനാപരമായ മാറ്റങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു പദമാണ്. ഇന്ത്യയിലെ ന്യൂ ലിബറൽ കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വേർഡാണ് സ്ട്രക്ചറൽ റിഫോംസ്. ഞാനത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. സ്ട്രക്ചറൽ റിഫോംസിന് വിധേയമാകാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ ബദൽ. എന്തുകൊണ്ട് സ്ട്രക്ചറൽ റിഫോംസിന് കേരളത്തെ വിട്ടുകൊടുക്കുന്നില്ല? കാരണം ഇടതുപക്ഷം ഇവിടെയുള്ളത് കൊണ്ട്. നമ്മൾ മാറി UDF അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് കേരളം ആ ബദൽ ഉപേക്ഷിക്കുകയും സ്ട്രക്ചറൽ റിഫോംസിന് വിധേയമാവുകയും ചെയ്യും. എന്താണ് സ്ട്രക്ചറൽ റിഫോംസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ? ഇത് ലെസ് ഗവേണൻസ് ആണ്, കുറച്ച് ഭരിക്കുക എന്നുള്ളതാണ്.
നിങ്ങൾക്കൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുവാൻ നിങ്ങൾ എന്തിനാണ് സ്ഥിരമായിട്ട് ആളുകളെ വയ്ക്കുന്നത്? ആണ് ചോദ്യം. കേരളം ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ, റവന്യൂ ജില്ലകളുടെ കാര്യത്തിൽ ഒക്കെ കേരളം ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. കേന്ദ്ര സർക്കാരിലെ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ഞങ്ങൾ എം പിമാരോടെല്ലാം ചോദിക്കുന്നൊരു ചോദ്യം, എന്നിട്ടും നിങ്ങളുടെ സ്റ്റേറ്റിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം സർക്കാർ ജീവനക്കാർ? നിങ്ങളുടെ ഓരോ മാസവുമുള്ള എക്സ്പെൻഡിച്ചറിൽ ഒരു വലിയ തുക നിങ്ങൾ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളമായും മറ്റാനുകൂല്യങ്ങളായും നിങ്ങൾ കൊടുക്കേണ്ടി വരും. അവരുടെ നിലപാടിൽ ഇത് ലക്ഷണമൊത്ത ധൂർത്താണ്. അവരത് തന്നെ ഞങ്ങളോട് പറയാറുണ്ട്. നിങ്ങളെക്കാൾ വലിയ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഈ ധൂർത്ത് എന്തിന് നിങ്ങളുടെ സ്റ്റേറ്റിൽ? ഇതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്ട്രക്ചറൽ റിഫോംസിലേക്ക് വരും. ഞങ്ങളെ നോക്കൂ, ആർമിയിൽ പോലും ഞങ്ങളിപ്പോൾ കരാർ വർക്കറാണ് അഗ്നിവീർ എന്ന പേര്. അഗ്നിവീർ പേരുകളൊക്കെ ഗംഭീരം പേരാണ്. ആർമിയിൽ അഗ്നിവീറാണ്. നിങ്ങൾ ബാങ്കിങ് മേഖലയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എസ് ബി ഐയിലെ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻ്റ് ഇല്ല, പകരം പുതിയ തസ്തികയുടെ പേര് യെസ് ബോസ് എന്നാണ്. ഗംഭീരല്ലേ യെസ് ബോസ്? കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട്? എന്താ യെസ് ബോസ്? ഈ ഫ്രണ്ട്സ് സിനിമ കണ്ടിട്ടില്ലേ? ഞങ്ങൾ ഫ്രണ്ട്സ് സിനിമ പലപ്പോഴേ കണ്ടില്ലേ? ഫ്രണ്ട്സ് സിനിമ കാണാത്തവരാരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നല്ലേ? ആ ഫ്രണ്ട്സ് സിനിമയിൽ ജയറാമും മുകേഷ് അല്ലേ ഈ ജോലി തേടി വരുന്നവർ അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ ശ്രീനിവാസൻ ജഗതിയോട് പറയുമല്ലോ, ഇവർക്കൂടി ജോലി കൊടുക്കണം, അപ്പുറം ഇവർക്ക് ശമ്പളം. അപ്പോൾ എന്ത് പറയും? അപ്രൻറ്റീസിന് ആദ്യം തന്നെ വരട്ടെ. ഇവിടെ പറഞ്ഞില്ല, അപ്രൻറ്റീസിന് ശമ്പളം കൊടുക്കാൻ വ്യവസ്ഥയില്ല. ശരിയല്ലേ? ഈ എസ് ബോസ് എന്ന് പറഞ്ഞാൽ അപ്രൻറ്റീസാണ്. കേട്ടാൽ എങ്ങനെയുണ്ട്? സൈന്യത്തിലെ അപ്രൻറ്റീസിൻ്റെ പേരാണ് അഗ്നിവീർ. നമ്മുടെ അതിലെ കഥാപാത്രത്തിൻ്റെ പേര് മറന്നു. ജഗതിയുടെ കഥാപാത്രത്തിൻ്റെ പേര് എന്തപ്പൻ? ഇളയപ്പൻ. എന്താ? എസ്തപ്പൻ എന്നാണ്. അത് തന്നെ നാസർ ഇളയപ്പൻ. നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിലെ നാസർ ഇളയപ്പനെ പോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലാസർ ഇളയപ്പനെ പോലെയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ആരെയും സ്ഥിരമായി നിയമിക്കുന്നില്ല. ജഗതിയെ പോലെ, ലാസർ ഇളയപ്പനെ പോലെ. നരേന്ദ്രമോദി ചെയ്യുന്നത് അപ്രൻറ്റീസിനെ വയ്ക്കലാണ്. അപ്പോൾ ശമ്പളം കൊടുക്കണ്ട, പെൻഷൻ കൊടുക്കണ്ട, സംവരണവുമില്ല. സഹകരിക്കുന്നില്ലേ? ക്ലീനായി 35,657 ഒഴിവുകളാണ് കേന്ദ്ര പൊതുമേഖലാ ബാങ്കുകൾ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പൊതുമേഖലാ ബാങ്കുകളിൽ മാത്രം ഒഴിഞ്ഞു കിടക്കുന്നത്. ഈ തിരുവനന്തപുരത്തെ ഗാന്ധാരിയമ്മൻ കോവിൽ റോഡുണ്ട്. ആ റോഡിൽ നിറയെ ബാങ്ക് കോച്ചിങ് സെൻ്ററുകളായിരുന്നു. നിങ്ങളിപ്പോൾ ചിലതൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ആ ബാങ്ക് കോച്ചിങ് സെൻ്റർ ഇപ്പോൾ ഉണ്ടോ? കരുനാഗപ്പള്ളി ആളുകൾ വന്നവിടെ താമസിച്ച് കോച്ചിങ് നടത്തുമായിരുന്നു. കുറേ കോച്ചിങ് സെൻ്റർ ഉണ്ടായിരുന്നു. അതൊരു കോച്ചിങ് ഹബ്ബായിരുന്നു ബാങ്ക് കോച്ചിങ്ങിൻ്റെ. ഇപ്പോൾ ഏതെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും കരുനാഗപ്പള്ളി പോകുന്ന കേൾക്കുന്നുണ്ടോ? ഇവിടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പണ്ട് ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കാൻ വരുന്ന സമയത്ത് രാവിലെ നടക്കാൻ പോകും. അവിടെ ഓരോ ദിവസവും ഓരോ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പരിശീലനങ്ങൾ. ഏത്? ആർമിയിലേക്ക്. ഇപ്പോൾ എവിടെയെങ്കിലും പരിശീലനം കാണുന്നുണ്ടോ? ഇല്ല. സ്ട്രക്ചറൽ റിഫോംസിന് വിധേയമാണ്. ഘടനാപരമായ മാറ്റം, ലെസ് ഗവേണൻസിലേക്ക് പോവാൻ. അതിനൊരു ബദലായി നിൽക്കുന്ന സ്റ്റേറ്റ് കേരള. അപ്പോൾ നമ്മുടെ ചിലരെങ്കിലും ചിന്തിക്കും, കേരളം അങ്ങനെയാണ്, അത് ആര് ഭരിച്ചാലും അങ്ങനെയാണോ? എങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാനൊരു വിശുദ്ധ വചനം പറയാം. ഒരു വിശുദ്ധൻ പറഞ്ഞതാൽ അതിന് വിശുദ്ധ വചനമെന്ന് നമുക്ക് വിളിക്കാം. വചനം ഇതാണ്, കോട്ട്: സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്ത് മരണം വരെ സർക്കാർ ഖജനാവിൽ നിന്ന് പെൻഷൻ പറ്റുന്ന ഏർപ്പാട് ഇനി കേരളത്തിൽ നടക്കില്ല. അൺകോട്ട്. വചനം സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടേത്. ഇതിൻ്റെ പേരാണ് സ്ട്രക്ചറൽ റിഫോംസ്. ഇതിൻ്റെ പേരാണ് ലെസ് ഗവേണൻസ്. ഇതിൻ്റെ പേരാണ് നിയോ ലിബറൽ പോളിസി.
നിങ്ങൾ മാർക്കറ്റിന് വിട്ടുകൊടുക്കുക, നിങ്ങൾ ഇതിൽ ഇടപെടരുത്. ഇതാണ് സ്ട്രക്ചറൽ റിഫോംസ്. ഇതിന് വഴങ്ങാതെ പിടിച്ചു നിൽക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, അതേ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, 3-5 മിനിറ്റിനകം പ്രഖ്യാപിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പ് കേരളം ആര് ഭരിക്കുമെന്നതിൻ്റെ ഉത്തരം കേരളം ഈ ഘടനാപരമായ മാറ്റത്തിന് വിധേയമാകുമോ ഇല്ലയോ എന്നതുകൂടിയാണ്. ഈ തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ വിധി എഴുതാൻ പോകുന്നത് ഈ മാറ്റത്തിന് കേരളം വഴങ്ങണമോ വേണ്ടയോ എന്നാണ്. കോൺഗ്രസിൻ്റെയും BJPയുടെയും നയം ഈ മാറ്റം വേണമെന്നാണ്. കോൺഗ്രസും അതേ നയമാണ്. അത് ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ പറഞ്ഞത് മാത്രമല്ല. അന്ന് 32 ദിവസം നിങ്ങൾ നടത്തിയ പണിമുടക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പള്ളിക്കൂടങ്ങൾ അടച്ചു പൂട്ടിയത് ഓർമ്മയുണ്ടാകും. എല്ലാ കാര്യങ്ങളും ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. ഇവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ ബദൽ മുന്നോട്ട് നിൽക്കുന്നത്. അവർ നമ്മളോട് പറയുന്നു, എന്താണ് ഇതിൻ്റെ അഭിപ്രായ വ്യത്യാസം, അതുകൂടി പറഞ്ഞു പോകുന്നതല്ല. അവർ പറയുന്നു, നിങ്ങളീ കാണിക്കുന്ന ധൂർത്താണ്, ഇത് ഉൽപ്പാദനകരമല്ല. ഇതാണ് ആ തിയറിയുടെ ബേസിക്. അവരെ ഡ്രൈവ് ചെയ്യുന്ന അവരുടെ പ്രധാനപ്പെട്ട തോട്ടതാണ്. അവരുടെ സ്കൂൾ പറയുന്നത് ഇത് ഉൽപ്പാദനകരമല്ല, പ്രൊഡക്റ്റീവല്ല. ഞങ്ങൾ പറയുന്നു ഇത് പ്രൊഡക്റ്റീവാണ്. എങ്ങനെയാണ് ഇത് പ്രൊഡക്റ്റീവ് ആകുന്നത്? എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? ഇടതുപക്ഷം എന്തുകൊണ്ട് ഈ ബദൽ മുറുകെ പിടിക്കുന്നു? ഇത് പ്രൊഡക്റ്റീവാണ് എന്ന് തോന്നാൻ എന്തുകൊണ്ടാണ്? നിങ്ങളിൽ ഒരാൾക്ക് സ്ഥിരം സർക്കാർ ജോലി ലഭിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? 2 കുടുംബങ്ങൾ സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. അതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആരോഗ്യം എല്ലാം ഉറപ്പാക്കി വളരും എന്നതാണ്. സ്ഥിരം നിയമനങ്ങൾ നടന്നുകൊണ്ടിരുന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇൻവിസിബിളായൊരു കാര്യമുണ്ട്. എന്താണത്? സംവരണം സാധ്യമാകുന്നു എന്നതാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇക്വാളിറ്റിയിലേക്ക്, ആ കിനാവിലേക്ക്, ആ സ്വപ്നത്തിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടവരുമായ മനുഷ്യരെ ജീവിതത്തിൻ്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർന്നതിന്, സമത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഇത് ഒരു ഘടകമാണ്. ദരിദ്രനായ ഒരാൾ, ഏത് സമുദായത്തിലും പെട്ടയാളാകട്ടെ, ദളിതനോ പിന്നോക്കക്കാരനോ ആദിവാസിയോ ആയ മറ്റൊരാൾ മെറിറ്റിലൂടെ ഒരു സ്ഥിരം ജോലിയിൽ പ്രവേശിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ അടുത്ത തലമുറ കൂടി സമത്വത്തിലേക്ക് അടുക്കുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുറേ കാലങ്ങൾക്ക് മുൻപ് കേരളം ഈ സ്ട്രക്ചറൽ റിഫോംസിന് വിധേയമായിരുന്നുവെങ്കിൽ, 91-ലാണ് ഈ മുറവിളി തുടങ്ങിയത് ഇന്ത്യയിൽ, നിങ്ങളിൽ എത്ര പേർക്ക് ഈ ജോലിയിൽ കയറാൻ കഴിയുമായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഈ ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ ഒരു മനോഹരമായ ആടുജീവിതം തുടങ്ങുമ്പോൾ ആദ്യത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ്. നമ്മളിതിപ്പോഴും പറയുന്നത് നമ്മുടെ സുരക്ഷിത തത്വത്തിലിരുന്നാണ്, നമ്മൾ സുരക്ഷിത വൃത്തത്തിനുള്ളിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. ഇത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? ഒരു 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, 1991 തന്നെ ഈ കേരളം ഇതിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ, കേരളത്തിൽ LDF അധികാരത്തിലേ വന്നിരുന്നില്ല. ഈ സ്ട്രക്ചറൽ റിഫോംസ് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനോ BJPക്കോ ആയിരുന്നു കേരളത്തിൻ്റെ ഭരണചക്രമെങ്കിൽ, നിങ്ങളിൽ എത്ര പേർക്ക് ഈ സ്ഥിര ജോലിയിലേക്ക് കടന്നു വരാൻ കഴിയുമായിരുന്നു? ഈ ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം പണം ചെലവഴിക്കുന്നത്? എന്തിനാണ് ഞങ്ങൾ ഈ സർക്കാർ പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടി കിഫ്ബിയിൽ നിന്നും പണം കടമെടുക്കുന്നത്? കിഫ്ബിയിലൂടെയാണല്ലോ പണം കടമെടുക്കുക. എന്തിനാണ് ഈ പണം ഞങ്ങൾ കടമെടുക്കുന്നത്? എന്തിനവിടെ ചെലവഴിക്കുന്നത്? അവർ പറയുന്നത് ഉൽപ്പാദനകരമല്ല, ഞങ്ങൾ പറയുന്നത് ഉൽപ്പാദനകരമാണ്. എന്തുകൊണ്ടാണ്? ഒരു സ്കൂൾ ഹൈടെക് ആകുന്നു എന്നതിൻ്റെ അർത്ഥം അവിടെ കുട്ടികൾ കൂടുന്നു എന്നാണ്. അവിടെ കുട്ടികൾ കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നു. LPSA, UPSA, HSA, HSSA, പിന്നെ നോൺ ടീച്ചിങ് വേറെ. ഇനി നോക്കൂ നിങ്ങൾ, ഞങ്ങളവിടെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നില്ല എന്നിരിക്കട്ടെ, സ്കൂൾ ഹൈടെക് ആകുന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനെ ഒന്ന് ചിന്തിക്കൂ. തിരിച്ച് സൗകര്യങ്ങളില്ലാത്ത പട്ടിപ്പെറ്റ് കിടക്കുന്ന പള്ളിക്കൂടങ്ങളിലേക്ക് മക്കളെ ആരെങ്കിലും അയക്കോ?
ഡിവിഷൻ ഫോളിൻ്റെ കാലം ഉണ്ടായിരുന്നു. ഡിവിഷൻ ഫോൾ വരും. ഡിവിഷൻ ഫോൾ വരുമ്പോൾ കുട്ടികളെല്ലാം എവിടെ പോകും? സ്വകാര്യ സ്കൂളിൽ പോകും. ആ സ്വകാര്യ സ്കൂളിൽ പോകുമ്പോഴോ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത ചിലവ്, മാസജീവിത ചിലവ് ഉയരും. ശരിയല്ലേ? പ്രസവത്തിന് ഇപ്പോൾ എത്രയാണ് പൈസ? പറ. ഇത് സ്ത്രീകൾക്ക് വേണ്ടി വിമൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, മറുപടി ഓക്കെ. പ്രസവത്തിന് ഇപ്പോൾ എത്രയാ ചിലവ്? സിസേറിയൻ എത്രയാ? സ്വകാര്യ ആശുപത്രിയുടെ പൈസയാണ് ഞാൻ ചോദിക്കുന്നത്. എത്രയാ? 1+, 1 ലക്ഷം. കോംപ്ലിക്കേഷൻ വല്ലതുണ്ടെങ്കിൽ പിന്നെയും കൂടും. സോ കോൾഡ് സുഖപ്രസവം എത്രയാണ്? പറയൂ, എത്രയാ? 25 സുഖപ്രസവം ഒന്നും പോവുകയാണ്. 50. ഇവിടെ 60 പറഞ്ഞു, ഞാൻ 50 ഉറപ്പിക്കുക. 50. സർക്കാർ ആശുപത്രിയിൽ എത്രയാ? 0. 1 ലക്ഷം രൂപ ചിലവാകുന്ന സിസേറിയൻ തിരുവനന്തപുരം SATയിലും തക്കാട് മദർ ആൻഡ് ബേബിയിലും എത്രയാ പൈസ? 0. കേന്ദ്രം പറയുന്നു നിങ്ങൾ കിഫ്ബിയിൽ നിന്ന് അധിക ലോൺ എടുത്ത് ഇതുപോലെ വലിയ ആശുപത്രിയും ഇതുപോലെ വലിയ സ്കൂളും കെട്ടുന്നത് ഉൽപാദനകരമല്ല എന്നവർ. ഞങ്ങൾ പറയുന്നു ഇത് ഉൽപാദനകരമാണ്. എന്തുകൊണ്ട്? സാധാരണ മനുഷ്യരുടെ ജീവിത ചിലവുകൾ പിടിച്ചു നിർത്താൻ കഴിയും. 2016 ഇതാണ് ഇടതും വലതും തമ്മിലുള്ള വ്യത്യാസം. 2016 മുമ്പ് സഖാവ് പിണറായി മുഖ്യമന്ത്രി ആയിട്ടില്ല. അദ്ദേഹം കേരളത്തിൽ നടത്തിയ യാത്ര തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യമുണ്ട്. കേരളത്തിലെ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ കനത്ത കൊള്ള നടക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടല്ലോ. ചിലപ്പോൾ മൃതശരീരങ്ങൾ പോലും വിട്ടുകൊടുക്കാറില്ല. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കുന്നതിനുള്ള ബില്ല് കൊണ്ടുവരുമോ? ഇതാണ് ചോദ്യം. സഖാവ് പിണറായിയുടെ ക്ലാസിക്കൽ മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത്തരം കൊള്ളയെ നിയന്ത്രിക്കാൻ, സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരാനായിരിക്കില്ല ഞങ്ങൾ നോക്കുന്നത്, മറിച്ച് അത്രയേറെ സൗകര്യങ്ങളുള്ള സർക്കാർ ആശുപത്രികൾ ഉണ്ടാക്കാനായിരിക്കും ഞങ്ങളുടെ ഗവൺമെൻറ് മേൽനോട്ടം വഹിക്കുക. ഇതാണ് ഇടതും വലതും തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ട് ഞങ്ങൾ അത് മുടക്കുന്നു എന്ന് ചോദിച്ചാൽ, ദുർബലരും സാധാരണക്കാരുമായ മനുഷ്യരുടെ ജീവിത ചിലവിനെ പിടിച്ചു നിർത്തുക എന്നതാണ് ലക്ഷ്യം. ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം പറയാം. ഒരമ്മ വയ്യാതായി, സാധാരണ കുടുംബമാണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ അന്നാണെങ്കിൽ ഈ മാധ്യമങ്ങൾ ഈ ആരോഗ്യമന്ത്രിക്കെല്ലാം എതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ ഈ ആലപ്പുഴ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന സമയമാണ്. ഇതുകൂടി ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. രാത്രി തന്നെ എടുത്തിട്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള, പേര് പറയുന്നില്ല, ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോയി. ഇവർ തന്നെ വോളണ്ടിയർലി വലിച്ചെടുത്ത് കൊണ്ടുപോകാം. ചെന്നപ്പോൾ തന്നെ ICUലാണ്. അവിടെ ICU കേറ്റിൻ്റെ പേഷ്യൻ്റ് തന്നെയാണ് ICU കേറ്റി. രാവിലെയാണ്, തലേദിവസം രാത്രിയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നു. രാവിലെയാണ് അവിടെ എത്തുന്നത്, കയറ്റുന്നു. ഒരു 12-1 മണിയായപ്പോൾ എന്നെ വിളിച്ചു, രക്ഷിക്കണം, ഇവിടുത്തെ ബില്ല് ഇപ്പോൾ തന്നെ 2 ലക്ഷം കടന്നു, ഒന്ന് തിരിച്ചെങ്ങനെയെങ്കിലും ശ്രീജിത്തിനെ കൊണ്ടുപോകാൻ സഹായിക്കും. ഇതാണ് ചോദ്യം. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറയാൻ തന്നെ ഒരു ഒരു മ്ലാനത, പറ്റുന്നില്ല, ഒരു വൈമുഖ്യം. ശരി, ഞാൻ പറഞ്ഞു ഇത് എളുപ്പമല്ല, നിങ്ങൾ സമ്മറി അയച്ചതാണ്. ഞാൻ പറഞ്ഞു ശ്രീജിത്തിനേക്കാൾ എളുപ്പം നമുക്ക് മെഡിക്കൽ കോളേജിൽ എടുക്കാം. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, സാർ ഇത് ഇവിടുന്ന് കൊണ്ടുപോയ പേഷ്യൻ്റാണ്, പക്ഷേ നമ്മൾ തിരിച്ചെടുക്കണം, അവർക്ക് നിവർത്തിയില്ല. രാത്രിയായപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി ഇങ്ങോട്ട് ഞങ്ങൾ മാറ്റി. അവരുടെ അന്നത്തെ ആശ്വാസമുണ്ടായിരുന്നു. എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുള്ള ഒരു വണ്ടി ഓടിക്കുന്ന വേറൊരാളുടെ ഡ്രൈവർ തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഭാര്യയുടെ പ്രസവം, ആദ്യത്തെ പ്രസവം തന്നെ കുട്ടി മരിച്ചുപോയി, മീൻസ് അലസിപ്പോയി. കാത്തിരുന്ന് രണ്ടാമത്തെ കുഞ്ഞായി, പ്രസവിച്ചു. ഡ്രൈവറുടെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിലെ കുടൽ തിരിഞ്ഞുപോയി. അങ്ങനെ എന്തൊരു പ്രശ്നം, അടിയന്തര ശസ്ത്രക്രിയ വേണം. ലിറ്ററലി ആ ചെറുപ്പക്കാരൻ വിളിച്ച് നിലവിളിക്കുകയാണ്, കരയുകയാണ്, വാവിട്ട് കരയുകയാണ്, ഒരു കുഞ്ഞ് കരയും പോലെ കരയുകയാണ്. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, നമുക്ക് SATയിലേക്ക് മാറ്റാം. കാരണം മാറ്റാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അവിടെ സർജറിക്ക് സൗകര്യമില്ലായിട്ടല്ല, വലിയ ഹോസ്പിറ്റലാണ്, പക്ഷേ ബില്ല് അവർ താങ്ങാൻ പറ്റാത്തതാണ്. അവർ കണ്ടുവെക്കാൻ പറഞ്ഞ പൈസ ഉണ്ടല്ലോ, ഇത്രയും പൈസ നിങ്ങൾ കരുതി വെക്കുമെന്ന് പറഞ്ഞത് ആ പയ്യന് താങ്ങാൻ പറ്റാത്ത പൈസയാണ്. മാറ്റി. ഇക്കഴിഞ്ഞ ദിവസം മെനിഞ്ഞാന്ന് SATയിലെല്ലാം കഴിഞ്ഞു, ഡിസ്ചാർജ് ചെയ്തപ്പോൾ എന്നെ വിളിച്ച് നന്ദി രേഖപ്പെടുത്തി. പറഞ്ഞത്, എന്തിന് നിങ്ങൾ സർക്കാർ ആശുപത്രിക്ക്, പൊതുവിദ്യാലയങ്ങൾക്ക്
കിഫ്ബിയിൽ നിന്ന് വലിയ ലോൺ എടുത്ത് ഇങ്ങനെ നിങ്ങൾ മുതൽ മുടക്കുന്നു, അത് ധൂർത്തല്ലേ എന്ന് ചോദിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയും കോൺഗ്രസും. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പറയുന്ന മറുപടി, ഇത് ഉൽപാദനകരമാണ്, ജനങ്ങളുടെ ജീവിത ചെലവ്. വീണ്ടും ഞങ്ങളോട് ചോദിക്കുകയാണ്, 5 വർഷത്തിൻ്റെ ഇടവേളയിൽ എന്തിനാണ് നിങ്ങൾ കൃത്യമായി കേരളത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്? 5 വർഷത്തിൻ്റെ ഇടവേളയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കപ്പെടുന്ന ഇന്ത്യയിലെ അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കഴിഞ്ഞ ദിവസം നല്ലൊരു അനുഭവം ഉണ്ടായി. ഈ നിങ്ങളുടെ DA കുടിശ്ശിക പ്രഖ്യാപിച്ചല്ലോ, ആ പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് ആ ഓർഡർ ഇറങ്ങി നിന്നിട്ട് വൈകുന്നേരം എനിക്ക് തിരുവനന്തപുരം SAP ക്യാമ്പിനകത്ത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേജിലിരുന്നപ്പോൾ വേദിയിലുണ്ടായിരുന്ന IPS ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞു, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, ഇന്ന് ഉത്തരവിറങ്ങിയ ദിവസമാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഇവർക്ക് കോൺസ്റ്റബിളിന് 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം, IPSകാരായ ഞങ്ങൾക്ക് 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം. ഇനി ആ 10 വർഷത്തിലൊരിക്കൽ വരേണ്ട ശമ്പള പരിഷ്കരണം തന്നെ ഇപ്പോൾ ഡിലേ ആണ്, വന്നിട്ടില്ല. നിങ്ങൾ ഈ ഗവൺമെൻറ്റിനെയാണോ വേറെ ഏത് ഗവൺമെൻറ്റിനെയാണ് പിന്തുണയ്ക്കുക? ഇതൊരു ചോദ്യം വളരെ പ്രസക്തല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഈ കണ്ട മാറ്റങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലുണ്ടായ മാറ്റം എന്താണ്? വെൽ ഗവേണൻസ്, ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ. കഴിഞ്ഞ ദിവസം എന്നോടൊപ്പം യാത്ര ചെയ്യവേ ഒരു ബിസിനസ്സുകാരൻ, കേരളത്തിലെ നിങ്ങൾക്കെല്ലാം പറഞ്ഞാൽ അറിയാവുന്നൊരു ബിസിനസ്സുകാരനാണ്, എന്നോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അദ്ദേഹം എന്നിട്ട് കാരണം പറഞ്ഞു, നിങ്ങൾ വന്നാലാണ് ഡെവലപ്മെൻറ്റ് നടക്കുക. എന്നിട്ട് എന്നോട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, നിങ്ങൾക്കൊരു നാഥനുണ്ട്, നിങ്ങൾക്കൊരു സിസ്റ്റമുണ്ട്, അവരാണ് വരുന്നതെങ്കിൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്. ഓരോ മന്ത്രിയും ഓരോ പാർട്ടിയാണ്, ഓരോ നേതാവും ഓരോ പാർട്ടിയാണ്. ഒന്നിനൊരു വ്യവസ്ഥയുണ്ടാവില്ല. കഷ്ടകാലത്തിന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം മുഖ്യമന്ത്രി ഒരാളെ വയ്ക്കാൻ പറ്റുള്ളൂ, അറ്റ് എ ടൈം ഒരാളാണ്. വേറെ ഒരു വകുപ്പുമില്ല ഭരണഘടനയിൽ, ഒരു ലൂപ്പോളും ഇല്ല. ഉപമുഖ്യമന്ത്രി വേണമെങ്കിൽ വേറെ വയ്ക്കാൻ പറയണമെങ്കിൽ, മുഖ്യമന്ത്രി ഒരെണ്ണേ വയ്ക്കാൻ പറ്റുള്ളൂ. മന്ത്രിയാണെങ്കിൽ ഒരൊറ്റ കസേരയിൽ ഒരാൾക്ക് അറ്റ് എ ടൈം ഒരാൾക്ക് ഇരിക്കാൻ പറ്റും, വേറെ വകുപ്പില്ല ഇന്ത്യയിൽ. എങ്കിൽ പിന്നെ നോക്കാമായിരുന്നു, അവരെ ഏൽപ്പിക്കായിരുന്നു, കാര്യം ഇത് പരിഹരിച്ചു പോകും. ഇതിപ്പോൾ എന്ത് ചെയ്യും? ഒരാളെല്ലാം വയ്ക്കാൻ പറ്റും, തമ്മിലടി കണ്ട സഹിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു വേദിയിൽ അടുപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോൾ പരസ്പരം ചീത്ത വിളിക്കുക, മൈക്കിരുന്നുകൊണ്ട് നമ്മളെല്ലാവരും കേട്ടു. അപ്പോൾ ഇല്ലാത്തപ്പോഴുള്ള ചീത്ത പച്ചത്തെറി വിളിക്കുക. ഒരു വകുപ്പുകളുടെ ഏകോപനം എന്നൊരു ഏർപ്പാടില്ലേ? വകുപ്പുകളുടെ എങ്ങനെയാണ് നല്ലൊരു ഭരണം നടക്കുക? വകുപ്പുകളുടെ ഏകോപനം, മന്ത്രിമാരുടെ കൂട്ടുത്തരവാദിത്വം. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ ഹൈലൈറ്റായി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് മുടങ്ങാതെ. പണ്ടൊക്കെ പള്ളിക്കൂടത്തിൽ പുസ്തകം കിട്ടാറില്ലായിരുന്നു, പുസ്തകമില്ല. ഓണപ്പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് കഴിയുമ്പോഴേക്കാണ് പുസ്തകം വരുന്നത്. ഇപ്പോൾ അതെല്ലാം അഡ്വാൻസ് ആയിട്ട് പുസ്തകം കൊടുക്കുന്നു. എങ്ങനെ സാധിക്കുന്നു? വിദ്യാഭ്യാസ മന്ത്രി മാത്രം വിചാരിച്ചടക്കും ഇല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവാദിത്വം, അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ്. പക്ഷേ അതേസമയം അച്ചടി വകുപ്പുമായുള്ള ഏകോപനം ശരിയല്ലേ? വിവിധ വകുപ്പുകളുടെ ഏകോപനം പ്രധാനമല്ലേ? ഇത് തമ്മിൽ കണ്ടാത്ത മന്ത്രിമാർ അവിടെ ഇരുന്നാൽ ഈ ഏതെങ്കിലും ഏകോപനം നടക്കും? ഇനി ഇതെല്ലാം ഏകോപിപ്പിക്കാൻ പറ്റുന്ന മുകളിലിരിക്കുന്ന ആർക്കെങ്കിലും പറ്റും? ഇല്ല. മുഖ്യമന്ത്രി തന്നെ ചീത്തവിളി ഭയന്നാണ് ഇരിക്കുന്നത്. എങ്കിൽ ആര്? മന്ത്രിയുടെ ചീത്തവിളി. പരസ്പരം കണ്ടാൽ മിണ്ടാത്ത, പരസ്പരം വിളിച്ചാൽ ഫോൺ എടുക്കാത്ത, പരസ്പരം ചീത്ത വിളിക്കുന്ന ആളുകൾ ഈ ഓരോ കസേരയിൽ ഇരുന്നാൽ ഈ കൂടിയാലോചന വല്ലതും നടക്കും? കേരളം കുട്ടിച്ചോറായി പോകും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് കേരളത്തിൻ്റെ പൊതുബോധത്തിലുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? ഇത് നിങ്ങൾ കാണുന്നില്ലേ? ഇനി അഭിപ്രായ ഭിന്നതയുണ്ടായാൽ അത് പരിഹരിക്കാൻ ആവശ്യമായൊരു മെക്കാനിസം UDF-ലുണ്ടോ? ഇല്ല. അങ്ങനെ വന്നാൽ ഭരണചക്രം ചലിക്കുമോ? ഇല്ല. തുടർച്ചയായ ഭരണത്തിൻ്റെ വേഗത ഇവിടെ കാണുന്നു. 2016 മുമ്പ് വരെ കേരളം നേടിയെടുത്ത നേട്ടങ്ങളെന്ന് പറയുന്നത് സാമൂഹ്യ പുരോഗതിയുടെ ഇൻഡെക്സ് ആയിരുന്നു. എല്ലാ അളവുകോൽ വെച്ച് നോക്കിയാലും നമ്മൾ ഒന്നാമത്. ആരോഗ്യം, ശിശുമരണ നിരക്ക്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കൂ. സാക്ഷരത, പൊതുവിദ്യാഭ്യാസം, സാർവത്രികമായ വിദ്യാഭ്യാസം, ഇതെല്ലാം 2016 മുതൽ ഇങ്ങോട്ട് വരുന്ന കാലത്തേക്ക് മറ്റൊരു ദിശയിലേക്ക് നമ്മൾ മാറി. എങ്ങനെ മാറി? ഒരു വശത്തെ എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേഷൻ, എല്ലാവർക്കും വീട്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, സാധാരണക്കാരൻ്റെ വാങ്ങൽ ശേഷി, പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഇതെല്ലാം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ മറുവശത്ത് കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാക്കി, കണക്ടിവിറ്റി വർദ്ധിപ്പിച്ചു. മലയോര ഹൈവേ യാഥാർത്ഥ്യമായി.
ഒരു ഹൈവേ ഒരു വശം തുടങ്ങി ഒരു വശത്ത് അവസാനിപ്പിച്ചു. ഭരണത്തിൻ്റെ വേഗത കൂടിയാണത് കാണിക്കുന്നത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ. പണ്ടത്തെ കാലത്തെല്ലാം തന്നെ തറക്കല്ലിടുന്നത് ഒരു ഗവൺമെൻറ് കാലത്തായിരിക്കും, പണി ആരംഭിക്കുന്ന അടുത്ത ഗവൺമെൻറ് കാലത്തിൻ്റെ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ അടുത്ത ഗവൺമെൻറ് കാലത്തായിരിക്കും. 3 MLA-മാരുടെ പേരെഴുതി വയ്ക്കണം. ഇപ്പോഴോ എന്തൊരു വേഗതയിലാണ് ദേശീയ ഈ സ്ഥലം മുഴുവൻ എടുത്തു. ദേശീയപാത ഈ കിഫ്ബിയിലൂടെയല്ലേ വന്നത്. ഭരിക്കാൻ അറിയാവുന്നവർ ഭരണം എന്നത് മാത്രം ലക്ഷ്യത്തോടെ തമ്മിലടിക്കാതെ അഴിമതി നടത്താതെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്. അതുകൊണ്ടല്ലേ കിഫ്ബി. നിങ്ങൾ നോക്കൂ, ഈ കിഫ്ബിയും ഇലക്ഷൻ കമ്മീഷനും തമ്മിലൊരു താരതമ്യമുണ്ട്. അതെന്താണെന്നറിയാം? ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു ഏർപ്പാടുണ്ടെന്ന് എല്ലാവരും അറിയാൻ തുടങ്ങിയതെപ്പോഴാണ്? TN ശേഷൻ വന്നപ്പോൾ. അതുപോലെയാണ് കിഫ്ബിയും. കിഫ്ബി പണ്ടേ ഉണ്ടെന്നേ, പക്ഷേ കിഫ്ബിയെ ഇങ്ങനെ ഉപയോഗിക്കാം എന്നറിഞ്ഞത് സഖാവ് പിണറായി വിജയനും TN തോമസ് ഐസക്കും ആ കസേരകളിൽ ഇരുന്നപ്പോഴാണ്. അതാണ് പറയുന്നത്, എറിയാൻ അറിയാവുന്നവരുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചാൽ അവർ നന്നായിട്ടെടുത്ത് എറിയും. അത് നാടിന് ഗുണം ചെയ്യും. കിഫ്ബി എടുത്തല്ലേ? നിങ്ങൾ നോക്കൂ, ഇന്ന് കിഫ്ബിയുടെയും മാതൃക ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പഠിക്കുന്നു. ഈ കിഫ്ബി എടുത്ത് ഇങ്ങനെ പൊടിതട്ടി എടുത്തത് എന്തെല്ലാമായിരുന്നു ആ കിഫ്ബിയുടെ മേൽ നമ്മൾ അനുഭവിച്ച എത്ര ദിവസത്തെ ചർച്ചയായിരുന്നു. ആ കിഫ്ബി ഇല്ലെങ്കിൽ മലയോര ഹൈവേ ഉണ്ടോ? കിഫ്ബി ഇല്ലെങ്കിൽ ദേശീയപാത വികസനം ഉണ്ടോ? കിഫ്ബി ഇല്ലെങ്കിൽ ഏതെങ്കിലും മേൽപ്പാലുണ്ടോ? ഈ സ്കൂളുണ്ടോ? നിങ്ങളെല്ലാവരും പലരും ഇപ്പോൾ ഇരിക്കുന്ന ഹൈടെക് ഓഫീസുകളുണ്ടോ? എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പണ്ടെല്ലാം തന്നെ സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഓർമ്മയില്ലേ? സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ പ്രധാനപ്പെട്ടാണ്. സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ മാറാല പിടിച്ചത് ഇല്ലേ? ഇപ്പോഴേ നിങ്ങൾ ഇരിക്കുന്ന ഓഫീസുകൾ പലതും എങ്ങനെയാണ്? സ്മാർട്ട് ഓഫീസുകളായി മാറി. ഞാൻ കഴിഞ്ഞ ദിവസം ട്രഷറിയുടെ ഉദ്ഘാടനത്തിലെല്ലാം പോയി. ഊരാളെങ്കിലും ചെയ്തിട്ടിരിക്കുന്നത് എന്തൊരു ബിൽഡിങ്ങാണത്. ഇവിടെ ഈ നേമത്തപ്പുറത്തൊരു റവന്യൂ ടവർ ഞാൻ ഇന്നലെ ദൂരെ വന്നപ്പോൾ കൊണ്ടു. നിങ്ങളിരിക്കുന്ന ഓഫീസിൽ നോക്കൂ, എവിടെ നിൽക്കണം? ഒടിഞ്ഞ കസേര. നല്ല കസേരയിൽ ഇരിക്കണമെങ്കിൽ ഓഫീസർ കസേര കൊണ്ടുവന്നിടണം. ഇതായിരുന്നില്ലേ അവസ്ഥ? ഈ പണം എവിടെ നിന്ന്? കിഫ്ബി വഴിയുള്ള പണം. കേന്ദ്രം നമ്മളെ ഞെരുക്കുമ്പോഴും സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുമ്പോഴും അതിന് വഴങ്ങിക്കൊടുക്കാതെ ഭാവനാപൂർണമായ പുതിയ വഴികൾ, സാധ്യതകൾ തേടി അതുവഴി പുതിയ ദിശാബോധം പകർന്നു കേരളത്തിന്. സമസ്ത മേഖലകളിലും പുരോഗതി. എന്നാൽ അതേസമയം സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ ദുർബലരായ മനുഷ്യരെ ചേർത്ത് നിർത്തി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റിൻ്റെ ആദ്യത്തേതും രണ്ടാമത്തേതുമായ തീരുമാനങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകും. ഒന്നാമത്തെ തീരുമാനം എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷനായിരുന്നു. രണ്ടാമത്തേത് സർഫാസി നിയമത്തെ മറികടന്നുകൊണ്ടൊരു പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നായിരുന്നു. അതാണ് ഏക കിടപ്പാട സംരക്ഷണ നിയമം. കുടിയൊഴിപ്പിക്കുന്ന മനുഷ്യർ ഒരു വശത്ത് മണ്ണിൻ്റെ ഭൂമിയുടെ വീടിൻ്റെ ഉടമകളാക്കി നമ്മൾ മനുഷ്യരെ മാറ്റുന്നു, മറുവശത്ത് കടം കയറുമ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിടും. സാധാരണക്കാരും ദുർബലരുമായ മനുഷ്യരെ ചേർത്ത് നിർത്തിയൊരു സർക്കാർ. അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വലിയ പുരോഗതി, സ്ഫോടനാത്മകമായ വിപ്ലവകരമായ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞൊരു സ്റ്റേറ്റ്. ഈ ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാക്കണം. ഈ ഭരണവൈഭവത്തിന് നമ്മൾ വോട്ട് കൊടുത്ത് അംഗീകരിക്കണം. വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് വിനയപുരസ്സരം പറയുന്നു, നിങ്ങൾക്കൊരുപാട് അഭിപ്രായം, വോട്ട് നിങ്ങൾക്ക് നൽകുക എന്നതിനപ്പുറത്ത്, നിങ്ങൾ നൽകുക എന്നതിനപ്പുറത്ത് അഭിപ്രായ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ സമൂഹം അംഗീകരിക്കുന്നു. നിങ്ങളുടെ അംഗീകാരത്തിൻ്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരിടത്ത് പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പങ്കാളിയാകാൻ ഞാൻ പറയുന്നേയില്ല, നിയമപരമായത് ശരിയല്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഈ രാഷ്ട്രീയ ബോധം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഇൻഡോർ ഡിസ്കഷനുകളിൽ, നിങ്ങളുടെ വീട്ടിനുള്ള ഡിസ്കഷനിൽ, നിങ്ങളുടെ ഗ്രൂപ്പിനുള്ള ഡിസ്കഷനിൽ, നിങ്ങളുടെ കുടുംബ കൂട്ടായ്മകളുടെ ഡിസ്കഷൻ, നിങ്ങളുടെ അയൽപക്കത്തെ ഡിസ്കഷനിൽ തീർച്ചയായും ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
കൈയിൽ ജീവനും മറുകൈയിൽ നെഞ്ചോടു ചേർത്ത ചെങ്കൊടിയുമായി നാടിൻ ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ ചോരപ്പുഴ നീന്തി വന്ന സഖാക്കളെ ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടങ്ങൾ എടുത്താൽ അതിൽ ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ FSCTO സംഘടനകൾക്ക് KGOയ്ക്ക് അതിന് പഴയ കാലങ്ങളിൽ നിന്ന പോലെ ഊർജം പോരാ, അതിന് സമരശേഷിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കൂ, ഇവിടെ റഹീം സഖാവ് സൂചിപ്പിച്ചത് തന്നെ കേരളത്തിലെ 5 ആണ്ട് കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം കൃത്യമായി കേന്ദ്ര നിരക്കിൽ DA ഇത് ഏതെങ്കിലും ഇടതുപക്ഷ ഭരണകാലഘട്ടങ്ങളിൽ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഇല്ല. അങ്ങനെ അല്ല വലതുപക്ഷ കാലഘട്ടങ്ങളിൽ എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ആ വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആ വാക്കുകൾ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ് നാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി അത് ആശുപത്രികളാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ജനങ്ങളുടെ ജീവിത നിലവാരമാണെങ്കിലും ഒക്കെ സംരക്ഷിക്കുന്നതിന് അതിനെ ഒരു നവകേരളം സൃഷ്ടിച്ചുകൊണ്ട് വികസിത സമൂഹത്തോടൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നയപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് ഈ നാടിൽ നടക്കരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു സാമ്പത്തിക ഉപരോധം നടത്തിയതിൻ്റെ ഭാഗമായി ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആ തുകയുടെ 1/3 ഭാഗം അത് തരില്ല എന്ന് നിഷേധിക്കുമ്പോൾ ന്യായമായും നമുക്ക് തരേണ്ട, നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന നികുതി പണം അത് തരേണ്ടത് അത് തരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടൊരു സാമ്പത്തിക ഉപരോധം നടത്തുമ്പോൾ ഗവൺമെൻറ്റിന് മുന്നിൽ മറ്റു വഴികളില്ല, അത് തരാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇവിടെ ശമ്പളം മുടങ്ങണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിച്ചതെങ്കിൽ ശമ്പളം മുടങ്ങരുത് എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോയതിൻ്റെ ബാക്കി പത്രമാണ് ഈ 5 ആണ്ടെടുക്കുമ്പോൾ 1 മാസം പോലും അതിന് 1 മണിക്കൂർ പോലും മുടങ്ങാതെ നമ്മുടെ ശമ്പളം നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. നാം കേരളത്തിൻ്റെ സിവിൽ സർവീസ് സമൂഹം DAയുടെ കാര്യത്തിലും മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലുമാണ് വലിയ ചർച്ച ചെയ്തിരുന്നതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും ആ വലതുപക്ഷ നയങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ശ്രമിച്ചത് നമ്മുടെ വരുമാനം നമ്മുടെ മാസശമ്പളം മുടക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായി ആണ് എന്നുള്ളത് നമുക്ക് കണ്ടുപോകാൻ കഴിയണം. അവിടെ 2022 മാർച്ച് മാസം ഒരു സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് വരുമ്പോൾ അവിടെ പതറാതെ അവിടെ കേരളത്തിലെ പ്രത്യേകിച്ച് സിവിൽ സർവീസ് പണിയെടുക്കുന്ന ജീവനക്കാരുടെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് അല്പസാവകാശം തരണം, ന്യായമായും നിങ്ങൾക്ക് തരേണ്ട ശമ്പളം മാസശമ്പളം അല്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകേണ്ടതാണ് എന്ന് നമ്മോട് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ആ കേരളത്തിലെ 5.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ചേർത്ത് പിടിക്കുന്നതിന് ഈ കേരളത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ സിവിൽ സർവീസ് സമൂഹത്തിൻ്റെ കൂടി സംഭാവനയാണ്, പങ്കാണ്. ആ പങ്ക് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിന് കഴിയില്ല എന്ന് പല ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് മനസ്സിലായില്ല എന്ന വേദന നമ്മുടെ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ മേഖലയിലെ ആ ഐക്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഛിദ്രശക്തികൾ വളരെ ബോധപൂർവം ശ്രമിച്ചു കൊണ്ടിരുന്ന 5
ആണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഏറ്റവും അവസാനം അത് ബജറ്റിലാണെങ്കിലും 2025 നവംബർ മാസം 29-ാം തീയതിയിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണെങ്കിലും ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെടുത്താൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ അഭിവാദ്യ പ്രകടനങ്ങൾ, ഗവൺമെൻറ്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ, മധുരം വിതരണം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നത്. ഇപ്പോൾ ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ നോമിനികളായി ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകളും. ജില്ലാ സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രതികാര നടപടിയായി ഞാൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ സ്ഥലം മാറ്റുകയും സസ്പെൻഷൻ നൽകുകയുമാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിനെതിരെ ആരും സമരം നടത്തുവാൻ പാടില്ല. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും കേരളത്തിലെ ഗവർണർ എന്താണോ കേരളത്തിനോട് ചെയ്യുന്നത് അതുപോലെ ചെയ്യുവാനായാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകളെ നിയമിക്കുന്നത്. അത് സീനിയോറിറ്റി എന്ന യോഗ്യത കൊണ്ടല്ല ചെയ്യുന്നത്. സീനിയോറിറ്റികളെ മറികടന്ന് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളെ എങ്ങനെ തകർക്കണം എന്ന നിലയിലുള്ള ആശയവുമായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളെ നിയമിക്കുന്നത്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഈ പ്രസ്ഥാനത്തെ വളർത്തരുത്, പകരം ഞങ്ങളുടെ പ്രസ്ഥാനം BMS പ്രസ്ഥാനം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, BMS എന്ന പ്രസ്ഥാനം BJPയുടെ അല്ല, RSSന്റെ അജണ്ട കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിൽ വച്ചു പുലർത്തുന്ന ഈ BMS എന്ന പ്രസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുടെ അധികാരത്തിലെത്തിക്കണം. ഇന്ന് BMS പ്രസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ, അത് കേരളത്തിലല്ല, ഓൾ ഇന്ത്യ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ 4.5% മാത്രമേ BMSന് ആളുകളുള്ളൂ. മറ്റ് എല്ലായിടത്തും ഒന്നാമത് നിൽക്കുന്ന പ്രസ്ഥാനം കോൺഫെഡറേഷൻ്റെ പ്രസ്ഥാനങ്ങളാണ്, കോൺഫെഡറേഷൻ്റെ കീഴിലുള്ള പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് അംഗീകാരങ്ങൾ നൽകാതെയും ഈ പ്രസ്ഥാനങ്ങൾ എവിടെയാണോ ശക്തമായി നിൽക്കുന്നത് ആ ശക്തിയെ ദുർബലപ്പെടുത്താനുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഓരോ അധികാരികളെ വയ്ക്കുമ്പോൾ, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോൾ ആ അധികാരികൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അധികാര കസേരയിൽ ഇരുന്ന് അഴിമതിയും സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളും, സ്ത്രീകളെ പ്രത്യക്ഷവും പരോക്ഷമായി അപമാനിക്കുകയോ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു. അങ്ങനെ പെരുമാറിയ പോസ്റ്റൽ മേഖലയിലെ ഒരു ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണാം, ജാനുവരി 30-ാം തീയതി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന നിരാഹാരവും ധർണയും. ആ ധർണയിൽ നിങ്ങൾക്ക് ഐക്യദാർഢ്യവും അഭിവാദ്യവുമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ 44-ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് നടന്നു വരുന്നത്. ഈ പ്രതിനിധി സമ്മേളനത്തിന് ഇവിടെ അധ്യക്ഷത വഹിച്ചത് തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് PC സന്തോഷ് കുമാറാണ്. ഔപചാരികതയുടെ പേരിൽ സഖാവിന് ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് സഖാവ് A റഹീം MP ആണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ തിരക്ക് പിടിച്ച ഒരു ദിവസമാണെന്ന്, തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റു പല പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ആ തിരക്കിനിടയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് വളരെ നല്ല രീതിയിൽ നമ്മുടെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട്, കേന്ദ്ര സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടും വളരെ മികച്ച ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. നമ്മുടെ സ്ട്രക്ചറൽ റീഫോംസ്, ഇവിടെ ലെസ് ഗവേണൻസ്, അപ്രന്റീസ് വൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലെസ് ഗവേണൻസ് നടത്തിക്കൊണ്ട് സ്ട്രക്ചറൽ റീഫോംസ് നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന സർക്കാരുകളും ശ്രമിക്കുമ്പോൾ അതിന് ബദലായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യത സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് സഖാവിന് ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച FSCTയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് G ശ്രീകുമാർ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളം ഒരു വികസിത കേരള സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ അഴിമതിക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു കൃത്യമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് FSCTയുടെ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നിട്ടിറങ്ങണമെന്ന് കൂടി നമ്മളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് അഭിവാദ്യം ചെയ്ത് സംസാരിച്ച FSCTയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് G ശ്രീകുമാറിന് ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു.
അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കോൺഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറി എം മുഹമ്മദ് മാഹിൻ. കേന്ദ്ര സർക്കാർ നമ്മുടെ കേരളത്തിൽ ഇവിടെ തസ്തികകൾ സൃഷ്ടിച്ചു വരുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തസ്തികകൾ വെട്ടിക്കുറച്ചുകൊണ്ട് നിൽക്കുന്ന കേന്ദ്ര സർക്കാരും ഒരു സർവീസ് സെക്ടർ എന്നുള്ള രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ലാഭത്തിന് വേണ്ടി മാത്രം പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാറ്റിക്കൊണ്ട് പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ പറ്റി, അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ നയങ്ങളെ പറ്റി ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഈ യോഗത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച സഖാവിന് ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ യോഗത്തിൽ സാന്നിധ്യം അറിയിച്ച KGയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ, അതുപോലെ KGയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സഖാവ് AP അജിത്ത്, GK മണിവർണ്ണൻ, അതുപോലെ തന്നെ KGയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, അതുപോലെ തന്നെ ഓണററി അംഗങ്ങൾ, മറ്റ് സഹോദര സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിനിധി സഖാക്കൾക്കും ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ.